അപ്പോൾ ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഹെയർ കെയറിൻ്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കുക, ഹെയർ എങ്ങനെ നറിഷ്ഡായിട്ട് വളർത്തുക, അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ സ്ലീപ്പ്. ഡെയിലി ഒരു 6 to 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. മൂന്നാമത്തെ കാര്യം, ഡെയിലി കുറച്ച് സമയമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മുടെ ശരീരം ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. നാലാമത്തെ കാര്യം, ഡയറ്റ് ശ്രദ്ധിക്കുക. അതായത് കണ്ട ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് അവോയ്ഡ് സ്പൈസി ഫുഡ്, ഓയിലി ഫുഡ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഷുഗറി കണ്ടൻ്റ് ഒക്കെ ഉള്ള ഫുഡ് ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, സ്കാൽപ്പ് മസാജ് ചെയ്യുക ഡെയിലി. അതൊരു 2 to 3 times a day എന്നുള്ളൊരു റുട്ടീനിൽ നിങ്ങൾ ചെയ്യുക. സ്കാൽപ്പ് മസാജ് പല പ്രൊഡക്ട്സും ഈ രീതിയിൽ സ്കാൽപ്പ് കംപ്ലീറ്റ്ലി മസാജ് ചെയ്യുക, കംപ്ലീറ്റ്ലി സ്കാൽപ്പ് മസാജ് ചെയ്യുക. അടുത്ത ടിപ്പ്, ഹെയർ എന്നും വാഷ് ചെയ്യണ്ട. എന്നും വാഷ് ചെയ്യണ്ട, അതൊരു മിത്താണ്. ഹെയർ എന്നും നമ്മൾ കഴുകിയാൽ മാത്രമേ മുടി വൃത്തിയിൽ വളരുള്ളൂ എന്നുള്ളത്. എന്നും ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് അത് കേടാണ്, മുടി കൊഴിച്ചിൽ കൂടുകയുള്ളൂ. ഈ ഹെയർ വാഷിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓയിൽ മസാജാണ്. അതും 2 to 3 times a week ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ആഴ്ചയിലൊരു 2-3 ദിവസം മാത്രം ഹെയർ വാഷും ഹെയർ ഓയിൽ മസാജും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ എല്ലാ മൺഡേയ്സിലും എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇതൊരു ടിപ്പായിട്ട് തന്നെ എടുത്തോളൂ. ത്രിഫല ചൂർണ്ണം വാങ്ങാൻ കിട്ടും. നല്ല, അതായത് കടുക്കാനെല്ലിക്ക, താന്നിക്കത്തിൻ്റെ 3 പൊടിച്ചിട്ടുള്ള ചൂർണ്ണം വാങ്ങാൻ കിട്ടും. അത് ഒരു 1.5 ടീസ്പൂൺ വെള്ളത്തിലിടുക, അതൊന്ന് തിളപ്പിക്കുക. ഇനിയിപ്പോൾ താരനോണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് 2-3 വേപ്പിൻ്റെ ഇലയോ നീം ലീവ്സ് ഇടുക. അതും ഇതും കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് കഷായം വെക്കണ പോലെ കഷായം ജസ്റ്റ് ആ ചൂർണ്ണിടുക, ഒന്ന് ചൂടാക്കുക. ഒരു നല്ലോണം തിളച്ച് വരുമ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി സ്കാൽപ്പിലും അതുപോലെ മുടിയിഴകിലൊക്കെ നന്നായിട്ട് അത് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ച നിങ്ങൾ അതൊരു റുട്ടീനായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്തി ആവും, നിങ്ങളുടെ മുടി നല്ല രീതിയിൽ ഹെൽത്തി ആവും, മുടി കൊഴിച്ചിലും കുറയും. അങ്ങനെ വാഷ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ എന്താ, ത്രിഫല ചൂർണ്ണം, താരനുള്ളവരാണെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ഇടുക, എന്നിട്ട് തിളപ്പിക്കുക, മുടി കഴുകുക നന്നായിട്ട്. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട, 2 ആഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ ചെയ്യുക. അതായത് മസാജ് ചെയ്യുക, സ്കാൽപ്പ് മസാജ് ഡെയിലി ചെയ്യണം, 2 to 3 times ചെയ്യണം. അതുപോലെ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകുക, നല്ല കണ്ടീഷണർ യൂസ് ചെയ്യുക. ആയുർവേദിക് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ ജനറലായിട്ട് നിങ്ങളുടെ ഹെയർ കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെയർ നറിഷ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ സ്പാ. അപ്പോൾ ഇതൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയും. അപ്പോൾ ഡു ഫോളോ മൈ ചാനൽ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.